Hello, my dear friends. I'm your teacher Amma, and welcome back to my easy English class. Dear friends, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റിനെ കുറിച്ചും പ്രെഡിക്കേറ്റിനെ കുറിച്ചുമാണ്. ഇംഗ്ലീഷ് ഗ്രാമറിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ആഖ്യയെന്നും ആഖ്യാതമെന്നും അറിയപ്പെടുന്നു. What is a subject? The subject is what or who the sentence is about. സെൻറ്റൻസ് അഥവാ വാക്യം എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, ആരെക്കുറിച്ചാണോ പറയുന്നത്, ആ ആളാണ് സബ്ജക്റ്റ് എന്ന് അറിയപ്പെടുന്നത്, കർത്താവെന്നും അറിയപ്പെടുന്നു. ഇനി എന്താണ് പ്രെഡിക്കേറ്റ്? വാട്ട് ഈസ് എ പ്രെഡിക്കേറ്റ്? പ്രെഡിക്കേറ്റ് ഷോസ് വാട്ട് ദ സബ്ജക്റ്റ് ഈസ് ഡൂയിങ്. സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത്, സബ്ജക്റ്റ് ചെയ്യുന്ന കാര്യമാണ് പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ആഖ്യാതമെന്ന് അറിയപ്പെടുന്നത്. ഇതെല്ലാം ഗ്രാമർ നോട്ട് ബുക്കിൽ എഴുതി വെക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഉദാഹരണത്തിലേക്ക് വരാം. ഷീ റൺസ് എവറി മോർണിംഗ്, ദ ഡോഗ് ബാർക്ക്ഡ് ലൗഡ്ലി, മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ് ടു ദ പാർക്ക്, ദി സൺ ഈസ് ഷൈനിങ്, ബേർഡ്സ് ഫ്ലൈ ഇൻ ദി സ്കൈ. ഇവിടെ എല്ലാം അടിവരയിട്ട പദങ്ങളാണ് സബ്ജക്റ്റ്. ബാക്കിയുള്ള ഭാഗങ്ങൾ പ്രെഡിക്കേറ്റായി അറിയപ്പെടുന്നു. ഒരു വാക്യം എടുത്തു കഴിഞ്ഞാൽ ഷീ റൺസ് എവറി മോർണിംഗ്, അവൾ എല്ലാ ദിവസവും രാവിലെ ഓടുന്നു. അവിടെ ഷീ ആണ് സബ്ജക്റ്റ്. റൺസ് എവരി മോർണിംഗ് എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആണ്. ദ ഡോഗ് ബാർക്ക്ഡ് ലൗഡ്ലി, അവിടെ ദ ഡോഗ് സബ്ജക്റ്റും ബാർക്ക്ഡ് ലൗഡ്ലി പ്രെഡിക്കേറ്റുമാണ്. മൈ ഫ്രണ്ട്സ് ആർ ഗോയിങ് ടു ദ പാർക്ക്, അവിടെ മൈ ഫ്രണ്ട്സ് സബ്ജക്റ്റും ആർ ഗോയിങ് ടു ദ പാർക്ക് പ്രെഡിക്കേറ്റുമാണ്. ദി സൺ ഈസ് ഷൈനിങ്, ഇവിടെ ദി സൺ എന്നുള്ളത് സബ്ജക്റ്റും ഈസ് ഷൈനിങ് എന്നുള്ളത് പ്രെഡിക്കേറ്റുമാണ്. ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ, ബേർഡ്സ് സബ്ജക്റ്റും ഫ്ലൈ ഇൻ ദി സ്കൈ എന്നുള്ളത് പ്രെഡിക്കേറ്റുമാണ്. ഇവിടെ സബ്ജക്റ്റായ ഷീ, ആ ഷീയെ കുറിച്ചാണ് പ്രെഡിക്കേറ്റ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറയുന്നത് ആ പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. അവൾ ഓടുന്നു, ദിവസവും രാവിലെ അവൾ ഓടുന്നു, അവളെയാണ് പറയുന്നത്. പ്രെഡിക്കേറ്റ് എന്നുള്ളത് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുമല്ലോ. നോക്കൂ, ഇവിടെ 2 വേർഡുകളേ ഉള്ളൂ. ഹി ഈറ്റ്സ്, ദേ ടോക്ക്, ഷീ റൈറ്റ്സ്, വി പ്ലേ. ഇവിടെ ഇതെല്ലാം വെർബുകളാണ്. നമ്മൾ വെർബുകളെ കുറിച്ച് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ക്രിയകൾ ഈറ്റ്സ്, ടോക്ക്, റൈറ്റ്സ്, പ്ലേ ഇതെല്ലാം വെർബുകളാണ്, ചെയ്യുന്ന കാര്യമാണ്. ഹി, ദേ, ഷി, വി എന്നുള്ളത് സബ്ജക്റ്റും ആണ്. സബ്ജക്റ്റ് ചെയ്യുന്ന കാര്യം എന്തോ ആയിക്കോട്ടെ, അതാണല്ലോ പ്രെഡിക്കേറ്റ്. അപ്പം ഇവിടെ ഹി സബ്ജക്റ്റും ഈറ്റ്സ് എന്നുള്ളത് പ്രെഡിക്കേറ്റുമാണ്. ദേ സബ്ജക്റ്റും ടോക്ക് എന്നുള്ളത് പ്രെഡിക്കേറ്റുമാണ്. ഷീ സബ്ജക്റ്റും റൈറ്റ്സ് പ്രെഡിക്കേറ്റുമാണ്. വി സബ്ജക്റ്റും പ്ലേ പ്രെഡിക്കേറ്റും ആണ്. ഇവിടെ നോക്കൂ, ദ ബോയ് ഈറ്റ്സ്, ദ ബോയ്സ് ഈറ്റ്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? വെർബ്. ഈറ്റ്സ്, ഈറ്റ് എന്നുള്ളത് വെർബാണ്, ക്രിയയാണ്. ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ ബോയ്, ഒരു ആൺകുട്ടി കഴിക്കുന്നു. അവിടെ അത് സിംഗുലർ വെർബാണ്, ഏകവചന ക്രിയയാണ്. ഇവിടെ നോക്കൂ, ദ ബോയ്സ് ഈറ്റ്, ആൺകുട്ടികളാണ്. അവിടെ പ്ലൂരലാണ്, ബഹുവചനമാണ്, ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ വെർബ് പ്ലൂരൽ വെർബാണ്, ഈറ്റ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു ക്രിയ ചെയ്യുമ്പോൾ ബഹുവചന ക്രിയയും, ഒരാൾ ഒരു ക്രിയ ചെയ്യുമ്പോൾ അത് സിംഗുലർ വെർബും ആണ്, ഏകവചന ക്രിയയും ആണ്. അപ്പോൾ നമ്മൾ എസ് ചേർക്കുന്നു. ദ ബോയ് ഈറ്റ്സ്, അത് സിംഗുലർ ആണ്. ദ ബോയ്സ് എന്ന് വരുമ്പോൾ അവിടെ നമ്മൾ ക്രിയ ഈറ്റ്, ബഹുവചന ക്രിയയാണ് ഉപയോഗിക്കേണ്ടത്, പ്ലൂരൽ വെർബാണ് ഉപയോഗിക്കേണ്ടത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുമല്ലോ. ദ ഗേൾ വർക്ക്സ് ഹാർഡ്, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവിടെ സിംഗുലർ വെർബാണ്, വർക്ക്സ്, എസ് ചേർക്കണം, ഒരു പെൺകുട്ടിയാണ്. ഇനി താഴെ നോക്കൂ, ദ ഗേൾസ്, ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളാണ്. അവിടെ പ്ലൂരലാണ്. അപ്പോൾ വർക്കിൻ്റെ കൂടെ എസ് ചേർക്കേണ്ട. വർക്ക് പ്ലൂരൽ വെർബാണ്, വർക്ക്. ദ ഗേൾസ് വർക്ക് ഹാർഡ്, ദ ഗേൾ വർക്ക്സ് ഹാർഡ്, ദ ഗേൾസ് വർക്ക് ഹാർഡ്. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ, നീ എന്നൊക്കെ വരുമ്പോൾ, ഐ, യു എന്നൊക്കെ വരുമ്പോൾ യെസ്സോ ഇ എസ്സോ ഐ ഇ എസ്സോ വെർബിൻ്റെ കൂടെ ചേർക്കേണ്ടതില്ല എന്ന് പ്രത്യേകം പറയട്ടെ. ഐ ഗോ, യു വാക്ക്, ഐ റീഡ്. ഇവിടെയൊന്നും എസ്സോ ഇ എസ്സോ ഐ ഇ എസ്സോ കൂട്ടിച്ചേർക്കാൻ പാടുള്ളതല്ല. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും
ആവുമ്പോൾ ഇവയൊന്നും കൂട്ടിച്ചേർക്കാൻ ഐ യു വരുമ്പോൾ പാടുകയില്ല. Today I want to talk about the rain. Rain. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മഴയെക്കുറിച്ചാണ്. Rain is one of the most beautiful gift of nature. Rain is the most beautiful gift of nature. പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ സമ്മാനമാണ് മഴ. Rain brings life to the earth. Rain brings life to the earth. ഭൂമിക്ക് ഒരു ജീവൻ നൽകുന്നത് മഴയാണ്. Rain brings a sense of joy. Rain brings a sense of joy. Rain, മഴ എന്താണ് കൊണ്ടുവരുന്നത്? ഒരു സന്തോഷമാണ് കൊണ്ടുവരുന്നത്. Children love to play in rainwater. Children love to play in rainwater. മഴവെള്ളത്തിൽ കളിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. I love the smell of the earth after the first rain. I love the smell of the earth after the first rain. ആദ്യത്തെ മഴ കഴിഞ്ഞിട്ടുള്ള മണ്ണിൻ്റെ മണം, ഭൂമിയുടെ മണം എനിക്ക് ഇഷ്ടമാണ്. Rain keeps the earth cool. Rain keeps the earth cool. ഭൂമിയെ മഴ തണുപ്പിക്കുന്നു. I don't like heavy rain. I don't like heavy rain. എനിക്ക് കനത്ത മഴ ഇഷ്ടമല്ല. Rain, rain, go away. Come again another day. Rain, rain, go away. Come again another day. മഴ നീ ഇപ്പോൾ പോയിട്ട് പിന്നെ വന്നാൽ മതി. Dear friends, see you in the next class. Till then, bye bye.